മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാന്താര ഫസ്റ്റ് ഇപ്പം അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരു ഇതായിട്ടുള്ളൊരു സംഭവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ സിനിമയെ ആ ഒരു രീതിക്ക് പോകുന്ന ഒരു കഥയുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ കോപമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു സിനിമയിലാണെങ്കിൽ ഇപ്പോൾ ഒരു മരണം കൂടെ ഈ സിനിമയിൽ അഭിനയിച്ച ഒരാൾ മരിച്ചിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, ദിനേശ് മംഗളൂരു എന്ന് പറഞ്ഞ ആളാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്ട്രോക്ക് വന്നാണ് മരിച്ചത്. അതുപോലെ തന്നെ KGF പോലുള്ള ശ്രദ്ധേയമായിട്ടുള്ള സിനിമകളിൽ നല്ല രീതിക്ക് ഒരു വേഷം തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പം ഈ ഒരു സെറ്റിലാണെങ്കിൽ ഇതിന് മുമ്പ് പല രീതിക്കും ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയുക, അപകടം പറ്റിയുള്ള മരണവും അതേപോലെ തന്നെ സെറ്റി വെച്ച് തന്നെ സംഭവിച്ചിരിക്കുന്ന മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരവകാശപ്പെടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവകോപമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിക്കും അങ്ങനെ അവകാശപ്പെടുമ്പോൾ വേറൊരു സംഭവങ്ങളുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കയറുകയാണ്. ഈ ഒരു ഇതിൻ്റെ ഭാഗത്തിലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് വരും, അതെന്താ അത്രത്തോളം എന്താണ് ഈ ഒരു സിനിമയിൽ ഉള്ളതെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുന്നത് ചിലപ്പം അവരുടെ ആ ഒരു ടൈം അടുത്ത് ഉള്ള മരണമായിരിക്കും സംഭവിക്കുന്നത്. ഇങ്ങനൊരു സംഭവം പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത് ദൈവകോപം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു കാന്താര സിനിമയിലെ സെറ്റിലും അതേപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ മരിക്കുമ്പോഴും പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു മരണം വന്നപ്പോൾ ഇത് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു വാർത്തയാകാൻ മെയിൻ കാരണം ഈ ഒരു സംസാരം തന്നെയാണ്. അവരുടെ അവിടുത്തെ ഗവൺമെൻറ് അടക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇതുപോലെ ഒത്തിരി മരണങ്ങൾ വരുവാണെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ തടഞ്ഞു വെക്കും. അതേപോലെ തന്നെ ഈ സിനിമയാണെങ്കിൽ പിന്നീടാണെങ്കിൽ ഷൂട്ടിങ്ങിനുള്ള നിർദ്ദേശം കൊടുക്കത്തില്ല, അതോടുകൂടി ഡ്രോപ്പ് ചെയ്യിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു ലെവലിലൊക്കെ വരെ സംസാരം പോയിട്ടുള്ളൊരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് മൂവിയാണ് നമ്മുടെ കാന്താര ചാപ്റ്റർ 1 എന്നുള്ളത്. സിനിമയാണെങ്കിൽ കാണാൻ വേണ്ടി പാൻ ഇന്ത്യയിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചാപ്റ്റർ 2 കണ്ട് ഞെട്ടിയതാണ് കാന്താര. എന്തായാലും നമ്മൾ ചാപ്റ്റർ 1 വേണ്ടി കാത്തിരിക്കുന്നു. സിനിമ പുറത്ത് വരുമ്പോൾ വലിയൊരു വിജയമാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഈ സിനിമ പുറത്ത് വരുമ്പോൾ ആരൊക്കെ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.